എൻ്റെ പേര് ജയദേവൻ എന്നാണ്. കൊട്ടാരക്കര നിവാസിയാണ്. ഞാനിവിടെ ഈ പൂജാക്കട തുടങ്ങിയിട്ട് ഏകദേശം 9 കൊല്ലത്തോളമായി. ഇതിനു മുമ്പ് കൊട്ടാരം മഹാൻ ക്ഷേത്രത്തിൽ ഞാൻ ഡെയിലി വേസായിട്ട് ജോലി ചെയ്തുകൊണ്ടിരുന്നതാണ്. ഉണ്ണിയപ്പ കൗണ്ടറായിരുന്നു. കൊട്ടാരക്കര ഏറ്റവും കൂടുതൽ പ്രാധാന്യമുള്ള ഗണപതിക്ക് ഉണ്ണിയപ്പ വഴിപാടാണ്. എന്നിരുന്നാൽ തന്നെയും കൊട്ടാരക്കര മഹാദേവനെ നിവേദിച്ച ശേഷം മാത്രമേ ഉണ്ണിയപ്പ വിതരണം പുറത്ത് ഇപ്പോഴും കൊടുക്കുകയുള്ളൂ. പ്രാധാന്യം ഗണപതിക്കാണെങ്കിൽ തന്നെ പ്രധാന പ്രതിഷ്ഠ ശിവനാണ്. ശിവന് ഉണ്ണിയപ്പം വഴി കൊടുത്തതിന് ശേഷം മാത്രമേ പുറത്ത് ഭക്തജനങ്ങൾക്ക് ഉണ്ണിയപ്പം കൊടുക്കാറുള്ളൂ. അത് രാവിലെ 6:10 ഉഷപൂജയാണ്. ആ ഉഷപൂജ കഴിഞ്ഞ ശേഷം മാത്രമേ ഉണ്ണിയപ്പം വിതരണമുള്ളൂ. പിന്നെ മറ്റുള്ള വഴിപാട് ഉണ്ണിയപ്പവും കറങ്ങമാലയുണ്ട്. ഗണപതിക്ക് കറങ്ങമാല കൊടുക്കാം. പിന്നെ നാളികേരം ഉടയ്ക്കാം. ഇവിടെ ആണെങ്കിൽ നാളികേരത്തിന് 20 രൂപ വിലയാണ്. ഇവിടെ ഏകദേശം ഡെയിലി ഒരു 10-500 തേങ്ങയോളം പോകുന്നുണ്ട്. കൊട്ടാരക്കര അമ്പലത്തെ സംബന്ധിച്ച് ഗണപതി ആണെങ്കിൽ പെരുന്നച്ചിൻ പ്ലാവിൻ തടിയിൽ രൂപകൽപ്പന ചെയ്തതാണ്. അത് പടിഞ്ഞാറ്റേര മഹാദേവ ക്ഷേത്രത്തിലെ പുനരുദ്ധാരണത്തിന് വന്നതാണ്. അപ്പോൾ അതിന് പ്ലാവ് തടി കിട്ടി. അങ്ങനെയാണ് പ്രതിഷ്ഠ കൊട്ടാരക്കര കിഴക്കേറിലോട്ട് വരുന്നത്. കൊട്ടാരക്കര തമ്പുരാൻ്റെ വകയായിട്ടാണ് ചെയ്തിരിക്കുന്നത് അമ്പലം. അത് കൊട്ടാരക്കര പടിഞ്ഞാറ്റേര മഹാദേവ ക്ഷേത്രം കൊട്ടാരക്കര തമ്പുരാൻ്റെ ക്ഷേത്രമായിരുന്നു. അവിടെ പുനഃപ്രതിഷ്ഠയ്ക്കാണ് പെരുന്തച്ചൻ വന്നത്. അവിടെ പെരുന്തച്ചൻ പ്ലാവിൻ്റെ തടി കിട്ടി അങ്ങനെ രൂപകൽപ്പന ചെയ്തു. ഗണപതിയെ പ്രതിഷ്ഠിച്ചതിന് തന്നെ പ്രതിഷ്ഠ നടത്തിയത് അകൂർമന ഊമ്പള്ളി മന അങ്ങനെ 2 കരയുടെയായിരുന്നു ഈ കൊട്ടാരക്കര മഹാവിഷ്ണു ക്ഷേത്രം. അങ്ങനെയാണ് ഇവിടെ പ്രതിഷ്ഠ ചെയ്യുന്നത്. പടിഞ്ഞാറ്റങ്കരയിൽ സ്ഥലം സൗകര്യം കുറവാണ്. അവിടെ ചെയ്യാൻ പറ്റത്തില്ല എന്ന് തമ്പുരാൻ പറഞ്ഞുകൊണ്ട് മാത്രമാണ് പ്രതിഷ്ഠ ഇങ്ങോട്ട് മാറ്റിയത്. അവിടുത്തെ ഗണപതിയും തെക്കോട്ടാണ് ഇരിക്കുന്നത്, ഇവിടുത്തെ ഗണപതിയും തെക്കോട്ടാണ് ഇരിക്കുന്നത്. ഞാൻ ഈ ഏകദേശം എൻ്റെ ഒരു 16 വയസ്സ് മുതൽ ഞാൻ കൊട്ടാരക്കര അമ്പലത്തിൽ ജോലി ചെയ്തിട്ടുണ്ടായിരുന്നു. അമ്പലത്തിൽ ഭഗവാൻ ശിവനാണ് പ്രതിഷ്ഠ. അങ്ങനെ തന്നെ കിഴക്കോട്ടാണ് ദർശനം. പടിഞ്ഞാറോട്ടാണ് ദർശനം. ഇവിടെ പാർവതി പടിഞ്ഞാറോട്ടും പടിഞ്ഞാറ്റേക്കിരിക്കുന്ന ദേവി കിഴക്കോട്ടുമാണ്. പിന്നെ ഉപദേവന്മാർ ഗണപതി കൂടാതെ ശ്രീ അയ്യപ്പൻ, ശ്രീ മുരുകൻ, നാഗരാജാവ് എന്നീ പ്രതിഷ്ഠകളുമുണ്ട്. പ്രമാണിച്ച് ഇപ്രാവശ്യം ആണെങ്കിൽ വളരെ തിരക്ക് കുറവാണ് ഇപ്പോൾ നടക്കുന്നത്. മുൻ വർഷത്തെ സംബന്ധിച്ച് ഇവിടെ സ്പോട്ട് ബുക്കിംഗ് ഉള്ളപ്പോൾ ഭയങ്കര തിരക്കായിരുന്നു. ഇപ്പം തിരക്കേ ഇല്ല. കഴിഞ്ഞ വർഷത്തിനെ അപേക്ഷിച്ച് ഇപ്പം കച്ചവടം മോശമാണ്, വളരെ കുറവാണ്. അയ്യപ്പന്മാരുടെ തിരക്കും കുറവാണ്. ഇരുമ്പ് സാധനങ്ങളെല്ലാം കൊടുക്കുന്നുണ്ട്. ഇരുമ്പ് സാധനങ്ങളെല്ലാം പേപ്പർ പാക്കിംഗ് ആണ്, അല്ല പ്ലാസ്റ്റിക് പാക്കിംഗ് ഒന്നുമില്ല. എല്ലാം പേപ്പർ പാക്കിംഗ് ആണ്. ഞങ്ങൾ 3 കൊല്ലം കൊണ്ട് പേപ്പർ പാക്ക് ചെയ്ത് കൊടുത്തുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ നടക്കുന്ന മണ്ഡലമാണ് 41 ചെറുപ്പ മഹോത്സവമുണ്ട്. അത് കഴിഞ്ഞിട്ട് സപ്താഹമുണ്ട്. പിന്നെ മകരത്തിൽ ഉത്രട്ടാതി നാളിൽ പ്രതിഷ്ഠാ വാർഷികം. അത് കഴിഞ്ഞാണ് ശിവരാത്രി മഹോത്സവമുണ്ട്. അത് കഴിഞ്ഞ് മേടത്തിരുവാതിര ഉത്സവമാണ്. അതിന് 10 ദിവസം മുമ്പ് കൊടിയേറിയിട്ട് 11-ാം ദിവസമായപ്പോൾ മേടത്തിരുവാതിര ആറാട്ടാണ്, ഭഗവാന്റെ തിരുവാറാട്ടാണ്. കഴിഞ്ഞ് അത് കഴിഞ്ഞ് കർക്കിടക രാമായണ പാരായണവും അതിന് ചിങ്ങത്തിൽ വിനായക ചതുർത്ഥി മഹോത്സവവും. പിന്നെ തുലാമാസത്തിൽ നവരാത്രി മഹോത്സവം കൊണ്ടാടാറുണ്ട്. ഞാൻ 22-23 കൊല്ലത്തോളം ഉണ്ടായിരുന്നു. ജോലി ചെയ്യുന്ന ഉണ്ണിയപ്പം പാക്കിംഗ് ഉണ്ടായിരുന്നു. പിന്നെ കഴകത്തിൻ്റെ അന്ന് ഒരാളുള്ള കഴകക്കാരൻ അന്ന് ശിവേലിയൊന്നും ഇല്ലായിരുന്നു. കഴകത്തിൻ്റെ ജോലി ഉണ്ടായിരുന്നു. പിന്നെ ഉണ്ണിയപ്പ കൗണ്ടറിൽ അവിടെ ജോലി ഉണ്ടായിരുന്നു. അന്നൊന്നും ഇത്രയും വലിയ തിരക്കൊന്നുമില്ലായിരുന്നു. അതൊക്കെ ഞാൻ ജോലി കയറുമ്പോൾ 10 രൂപയ്ക്ക് 50 ഉണ്ണിയപ്പമായിരുന്നു. ഇപ്പം കൊടുക്കുന്നത് 40 രൂപയാണ് ഒരു പാക്കറ്റ്, 10 എണ്ണം. ഞാൻ ഉണ്ണിയപ്പം ജോലി ചെയ്ത് കയറുമ്പോൾ അന്ന് ഉണ്ണിയപ്പം വിതരണം ചെയ്തുകൊണ്ട് ഇലയിലാണ്. 50 എണ്ണം 10 രൂപയായിരുന്നു. അന്നൊക്കെ തലേന്ന് അരി വെള്ളത്തിൽ ഇട്ടിട്ട് അത് അവിടെ തന്നെ ഉരുളിൽ പൊടിച്ചാണ് കൊടുത്തുകൊണ്ടിരുന്നത്. അന്നും ഞാൻ അരി പൊടിച്ചിട്ടുണ്ട്, അരി ഇടിച്ച് കൊടുത്തിട്ടുണ്ട്. അന്നൊക്കെ ഉദയാസ്തമന പൂജ തലേന്ന് വൈകിട്ട് അരി അളന്ന് വെള്ളത്തിൽ ഇട്ടിട്ട് അന്ന് രാത്രി തന്നെ ഇടിച്ച് അവിടെ തന്നെ പൊടിച്ച് അങ്ങനെയാണ് ഉണ്ണിയപ്പം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. ഉദയാസ്തമന പൂജേൻ്റെ 16 അരിയുടെ ഉണ്ണിയപ്പമാണ് ഉണ്ടാക്കുന്നത്. ഉദയാസ്തമന പൂജ ആണെങ്കിൽ തന്നെ, പക്ഷേ ഇവിടെ ഉദയാസ്തമന പൂജയായിട്ടല്ല നടത്തുന്നത്. ഇവിടെ നടത്തുന്നത് ഉണ്ണിയപ്പം വഴിപാടാണ്. ഉണ്ണിയപ്പത്തിനാണ് പ്രാധാന്യം കൊടുത്തിരിക്കുന്നത്. 12.5 അരിയുടെയും ഉണ്ണിയപ്പം ഉണ്ടാക്കി ഒരുമിച്ച് നിവേദിക്കുകയാണ് ചെയ്യാറുള്ളത്. അല്ല, ഇപ്പോഴും പഴയ രീതി തന്നെ ഉണ്ണിയപ്പം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. പാക്കിങ് മാത്രം വ്യത്യാസമുണ്ട്.